ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രകളായി ദീർഘകാലം നിലനിന്നു പോന്നിട്ടുള്ളത് പരമസത്യം തേടിയുള്ള അന്വേഷണവും സഹവർത്തിയായ ശിഷ്യഗുരു ഒന്ന് ബന്ധവുമാണ്. എന്റെ തന്നെ പാത ചെന്നെത്തിയത് ഈശ്വരതുല്യനായ ഒരു യതിവര്യനിലാണ്. അദ്ദേഹത്തിന്റെ സുന്ദരമായ ജീവിതം യുഗാന്തരങ്ങൾക്കും പ്രചോദനമരുളാൻ പോന്നതായിരുന്നു. ഭാരതത്തിന്റെ യഥാർത്ഥ സമ്പത്തായ മഹാഗുരുക്കന്മാരിലൊരാളായിരുന്നു അദ്ദേഹം. ഓരോ തലമുറയിലും ആവിർഭവിച്ചുകൊണ്ട് ഈ ഗുരുഭൂതന്മാർ പുരാതന ഈജിപ്തിന്റെയും ബാബിലോണിയുടെയും ഗതിയിൽ നിന്ന് മാതൃഭൂമിയെ പരിരക്ഷിച്ചിട്ടുണ്ട്. ഒരു പൂർവജന്മത്തിന്റെ കാലപ്രമാണങ്ങൾക്ക് വഴങ്ങാത്ത പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് എന്റെ ആദ്യ സ്മരണകൾ. ഹിമാലയത്തിലെ മഞ്ഞുമലകളിൽ യോഗിയായിക്കഴിഞ്ഞ ഒരു പൂർവജന്മത്തിന്റെ വ്യക്തമായ ഓർമ്മകൾ പലപ്പോഴും എന്നിൽ തെളിയുമായിരുന്നു. ഭൂതകാലത്തിന്റെ ഈ മിന്നായങ്ങൾ എത്തും പിടിയുമില്ലാത്ത ഏതോ കണ്ണിയാൽ ഭാവിയുടെ ഒരു ചിത്രവും കൂടി എനിക്കു നൽകി. ശൈശവത്തിന്റെ അനിവാര്യമായ ദീനതകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. നടക്കാനോ മനസ്സിലുള്ളത് പറഞ്ഞറിയിക്കാനോ ആവാത്ത നിസ്സഹായതയുടെ രോഷാകുലമായ ഒരു ബോധം എനിക്കുണ്ടായി. ശാരീരികമായ ഈ ദൗർബല്യം മനസ്സിലായതോടെ എന്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ വൻ അലമാലകൾ ഉയർന്നു. എന്റെ ശക്തമായ വൈകാരിക ജീവിതം വിവിധ ഭാഷകളിലെ പദങ്ങളായി എന്റെ ഉള്ളിൽ പ്രകടിതമായി. ഉള്ളിലെ ഈ ഭാഷാകലുഷതയ്ക്കിടയിൽ എന്റെ ആളുകൾ സംസാരിക്കുന്നതു കേട്ട ബംഗാളി പദശകലങ്ങൾ ഞാൻ ക്രമേണ പരിചയിച്ചു. കളിപ്പാട്ടങ്ങളിലും കാൽവിരലുകളിലും ഒതുങ്ങുന്നതെന്ന് മുതിർന്നവർ കരുതുന്ന പിഞ്ചു ഹൃദയത്തിന്റെ കബളിപ്പിക്കുവാൻ പോന്ന വിരുത് മാനസികക്ഷോഭവും എന്റെ പ്രതികരണശേഷിയില്ലാത്ത ശരീരവും പലതവണ എന്നെ നിർബന്ധബുദ്ധിയോടെ ഇടവിട്ടു കരയുന്നതിനാക്കി. എന്റെ ദുരിതത്തിൽ വീട്ടുകാർക്ക് പൊതുവെ ഉണ്ടായ അമ്പരപ്പും അസ്വസ്ഥതയും ഞാൻ ഓർക്കുന്നു. ഏറെ സന്തോഷകരമായ ഓർമ്മകളും എന്റെയുള്ളിൽ വന്നു നിറയുന്നു. എന്റെ അമ്മയുടെ വാത്സല്യവും ലാളനയും വാക്കുകൾ കൊഞ്ചി പറയാനും പിച്ച വയ്ക്കാനുമുള്ള എന്റെ ആദ്യ ശ്രമങ്ങളും. മിക്കവാറും പെട്ടെന്നു മറന്നു പോകുന്നതാണെങ്കിലും ആദ്യത്തെ ഈ ഉജ്ജ്വല വിജയാഹ്ലാദങ്ങൾ ആത്മവിശ്വാസത്തിന് സ്വാഭാവികമായ ഒരു തറയാണ്. എന്റേതുമാതിരിയുള്ള ദൂരവ്യാപകമായ ഓർമ്മകൾ തീരെ അപൂർവമല്ല. പല യോഗികളും ജനനമരണങ്ങളുടെ നാടകീയ മാറ്റങ്ങൾക്കിടയിലും ആത്മബോധം നിരന്തരമായി വച്ചു പുലർത്തിയിട്ടുള്ളതായി നമുക്കറിയാം. മനുഷ്യൻ വെറുമൊരു ശരീരം മാത്രമാണെങ്കിൽ അതിന്റെ നാശം തീർച്ചയായും അവന്റെ വ്യക്തിത്വത്തിന്റെയും നാശമാകും. എന്നാൽ തപോധനന്മാർ യുഗയുഗാന്തരങ്ങളിൽ അരുളി ചെയ്തിട്ടുള്ളതു സത്യമാണെങ്കിൽ മനുഷ്യൻ തന്റെ സത്തയിൽ ദേഹവിമുക്തനും സർവ്വവ്യാപിയുമായ ആത്മാവാണ്. വ്യക്തമായ ശൈശവസ്മരണകൾ അസാധാരണമെങ്കിലും തീരെ വിരളമല്ല. വിവിധ രാജ്യങ്ങളിലെ യാത്രാവേളകളിൽ സത്യസന്ധരായ സ്ത്രീപുരുഷന്മാരിൽ നിന്ന് അവരുടെ ശൈശവസ്മരണകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഹിമാലയ പർവ്വതനിരകൾക്കടുത്ത് ഉത്തരഭാരതിലെ ഗോരഖ്പുരത്താണ് 1893 ജനുവരി 5 തീയതി ഞാൻ ജനിച്ചത്. അവിടെയാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ 8 വർഷം ചെലവഴിച്ചത്. ഞങ്ങൾ 8 മക്കളായിരുന്നു. 4 ആണും 4 പെണ്ണും. ഞാൻ മുകുന്ദലാൽ ഘോഷ് രണ്ടാമത്തെ മകനും 4ാമത്തെ സന്താനവുമായിരുന്നു. എന്റെ അച്ഛനും അമ്മയും ബംഗാളി ക്ഷത്രിയരായിരുന്നു. രണ്ടുപേരും ദൈവികമായ പ്രകൃതത്താൽ അനുഗ്രഹീതർ. പാവനചരിതരായ അവരുടെ പ്രശാന്തവും അന്തസ്സുറ്റതുമായ പരസ്പരാനുരാഗം ഒരിക്കലും ചപലമായി പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല. അച്ഛനമ്മമാരുടെ സമ്പൂർണമായ യോജിപ്പ് കുസൃതി നിറഞ്ഞ 8 കുരുന്നു ജീവിതങ്ങളുടെ പ്രശാന്തമായ കേന്ദ്രബിന്ദുവായിരുന്നു. അച്ഛൻ ഭഗവതി ചരണ ഘോഷ് സ്നേഹന്തിയും ഗൗരവക്കാരനും ചിലപ്പോഴൊക്കെ വിട്ടുവീഴ്ച കാട്ടാത്തയാളുമായിരുന്നു. അച്ഛനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ടുതന്നെ മക്കളായ ഞങ്ങൾ അദ്ദേഹത്തോട് ബഹുമാനപൂർവമായ ഒരു അകലം പുലർത്തിയിരുന്നു. ശ്രദ്ധേയനായ ഒരു ഗണിതവിദ്വാനും താർക്കികനുമായിരുന്ന അദ്ദേഹത്തെ പ്രധാനമായും ബുദ്ധിയാണ് നയിച്ചത്. പക്ഷേ അമ്മ സ്നേഹമേയായ ഹൃദയറാണിയായിരുന്നു. അവർ സ്നേഹത്തിലൂടെ മാത്രമാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അവരുടെ ദേഹവിയോഗത്തിനു ശേഷം അച്ഛൻ തന്റെയുള്ളിലെ ആർദ്രത കൂടുതൽ വെളിവാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം പലപ്പോഴും അമ്മയുടെ സ്നേഹനിർഭരമായ നോട്ടമായി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ കുട്ടികളായ ഞങ്ങൾ വേദശാസ്ത്ര പുരാണങ്ങളുമായി കയ്പും മധുരവുമുള്ള ഒരു പരിചയം കാലേക്കൂട്ടിത്തന്നെ സമ്പാദിച്ചു. ശിക്ഷണത്തിനുതകുന്ന കഥകൾ അവസരോചിതമായി മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ വൈഭവത്തോടെ അമ്മ ഉദ്ധരിക്കുമായിരുന്നു. ഈ അവസരങ്ങളിൽ ശിക്ഷയും ബോധനവും കൈകോർത്താണ് പോകുക. അഗതികളെ അമ്മ കൈയച്ചു സഹായിച്ചിരുന്നു. അച്ഛനും ദയാശീലനായിരുന്നുവെങ്കിലും ചിട്ടയോടും ക്രമത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ആദരം കുടുംബത്തിനും ബാധകമായിരുന്നു. ഒരിക്കൽ അച്ഛന്റെ പ്രതിമാസ വരുമാനത്തിൽ കൂടുതൽ തുക 2 ആഴ്ച കൊണ്ട് അന്നദാനത്തിന് അമ്മ ചെലവാക്കി.
ഒന്നേ ഞാനാവശ്യപ്പെടുന്നുള്ളൂ, അച്ഛൻ പറഞ്ഞു. നിന്റെ ഔദാര്യം ദയവായി ഒരു ന്യായമായ പരിധിക്കുള്ളിൽ ഒതുക്കിക്കൂടെ? തന്റെ ഭർത്താവിൽ നിന്ന് ലഘുവായ ഒരു ശാസന പോലും അമ്മയെ വേദനിപ്പിക്കുമായിരുന്നു. വിയോജിപ്പിന്റെ ഒരു സൂചനയും കുട്ടികൾക്കു നൽകാതെ അമ്മ ഒരു വാടകവണ്ടി വിളിപ്പിച്ചു. ശരി, അങ്ങേക്കു നന്മ വരട്ടെ. ഞാനെന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ചിരപുരാതനമായ അന്ത്യശാസനം. അന്ധാളിച്ച് ഞങ്ങൾ കൂട്ടനിലവിളിയായി. അമ്മവഴിക്കുള്ള ഞങ്ങളുടെ അമ്മാവൻ തക്കസമയത്ത് എത്തി. അദ്ദേഹം യുഗപരമ്പരകളിൽ നിന്ന് ശേഖരിച്ച അറിവിന്റെ ഏതോ ഉപദേശം അച്ഛന്റെ ചെവിയിൽ മന്ത്രിച്ചു. തുടർന്ന് അച്ഛൻ ഏതാനും സാന്ത്വനവചനങ്ങൾ പറഞ്ഞുകഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ അമ്മ വണ്ടി പറഞ്ഞയച്ചു. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായതായി ഞാൻ കണ്ട ഒരേയൊരു പിണക്കം അങ്ങനെ അവസാനിച്ചു. പക്ഷേ അവരുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു ചർച്ച ഞാനോർക്കുന്നു. വീട്ടിൽ വന്നിരിക്കുന്ന അഗതിയായ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ ദയവായി 10 രൂപ തരൂ. അമ്മയുടെ പുഞ്ചിരിക്ക് അതിൻ്റേതായ വശ്യതയുണ്ടായിരുന്നു. എന്തിനാണ് 10 രൂപ? ഒന്നുമതി, അച്ഛൻ നീതീകരണം കൂട്ടിച്ചേർത്തു. എന്റെ അച്ഛനും അപ്പൂപ്പന്മാരും പെട്ടെന്നു മരിച്ചപ്പോൾ എനിക്ക് ദാരിദ്ര്യത്തിന്റെ ആദ്യ അനുഭവമുണ്ടായി. സ്കൂളിലേക്ക് മൈലുകൾ നടന്നു പോകുന്നതിനു മുമ്പ് എന്റെ ഒരേ ഒരു ആഹാരം ചെറിയ ഒരു വാഴപ്പഴമായിരുന്നു. അതിനുശേഷം സർവകലാശാലയിൽ വച്ച് അത്ര അത്യാവശ്യം വന്നപ്പോൾ ധനികനായ ഒരു ജഡ്ജിയോട് പ്രതിമാസം 1 രൂപ സഹായമായി തരാൻ ഞാൻ അഭ്യർത്ഥിച്ചു. 1 രൂപ ഒട്ടും നിസ്സാരമല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. എത്ര വേദനയോടെയാണ് ആ നിഷേധം നിങ്ങൾ ഓർക്കുന്നത്? അമ്മയുടെ ഹൃദയം തൽക്ഷണം ഒരു യുക്തി കണ്ടെത്തി. ഈ സ്ത്രീയും അവർക്ക് അത്യാവശ്യമുള്ള 10 രൂപ നിങ്ങൾ കൊടുക്കാത്തതു ഖത്തോടെ ഓർക്കണമെന്നാണോ? നീ ജയിച്ചു. പരാജിതരായ ഭർത്താക്കന്മാർ പണ്ടേ കാട്ടാറുള്ള ഒരാംഗ്യത്തോടെ അച്ഛൻ പേഴ്സ് തുറന്നു. ഇതാ ഒരു 10 രൂപാ നോട്ട്. എന്റെ ആശംസകളോടെ ഇത് അവർക്ക് കൊടുക്കൂ. ഏതു പുതിയ നിർദ്ദേശത്തിനും വേണ്ട എന്നായിരിക്കും അച്ഛന്റെ ആദ്യ പ്രതികരണം. തന്റെ പതിവായ ജാഗ്രതയ്ക്ക് ഒരുദാഹരണമായിരുന്നു അമ്മയുടെ അനുകമ്പ പെട്ടെന്ന് നേടാൻ കഴിഞ്ഞ അപരിചിതയോടുള്ള അച്ഛന്റെ സമീപനം. ആലോചിച്ചു ചെയ്യുക എന്ന തത്വത്തിന്റെ അംഗീകാരം മാത്രമായിരുന്നു പൊടുന്നനെയുള്ള സ്വീകാരത്തോട് അച്ഛന്റെ എതിർപ്പ്. എപ്പോഴും ന്യായയുക്തനായും അദ്ദേഹത്തിന്റെ തീർപ്പുകളിൽ സമചിത്തനുമായാണ് അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ നന്നെ കൊതിക്കുന്ന ഒരു അവധിക്കാലയാത്രയോ ഒരു മോട്ടോർ സൈക്കിളോ പോലുള്ള എന്റെ നിരവധി അപേക്ഷകൾ 1 2 നല്ല വാദങ്ങൾ കൊണ്ട് പിന്താങ്ങാൻ കഴിഞ്ഞാൽ അച്ഛൻ തീർച്ചയായും നിറവേറ്റുകയായി. ചെറുപ്പത്തിൽ മക്കളുടെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ വളരെ കർശനമായ നിഷ്കർഷയാണ് അച്ഛൻ പാലിച്ചിരുന്നത്. പക്ഷേ സ്വന്തം കാര്യത്തിലും അദ്ദേഹം പരിപൂർണ സംയമനവും മിതത്വവും കൈക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന്, അദ്ദേഹം ഒരിക്കലും പ്രദർശനശാലകളിൽ പോയിരുന്നില്ല. പകരം ആത്മീയ സാധനകളിലും ഭഗവദ്ഗീതാ പാരായണത്തിലും ആനന്ദം കണ്ടെത്തി. സുഖഭോവസ്തുക്കൾ ഒഴിവാക്കിയിരുന്ന അദ്ദേഹം ഒരു ജോഡി ചെരുപ്പുകൾ കീറി ഉപയോഗശൂന്യമാകുന്നവരെ കൈവിടുമായിരുന്നില്ല. മോട്ടോർ കാറുകൾ സുലഭമായ ശേഷം മക്കൾ അവ വാങ്ങിയിരുന്നുവെങ്കിലും അച്ഛൻ ദിവസേനയുള്ള ഓഫീസ് യാത്രയ്ക്ക് ട്രോളിക്കാറുകൊണ്ട് തൃപ്തിപ്പെട്ടു. പ്രമാണിത്വത്തിനുവേണ്ടി പണം സ്വരൂപിക്കുന്നതിൽ അച്ഛന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം കൽക്കത്ത എയർബൻ ബാങ്ക് സ്ഥാപിച്ച ശേഷം അതിൽ ഒരു ഓഹരിയെങ്കിലും വാങ്ങി പ്രയോജനമുണ്ടാക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. തന്റെ ഒഴിവു സമയത്ത് ഒരു പൗരധർമ്മം നിർവഹിക്കുവാൻ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. അച്ഛൻ പെൻഷനോടുകൂടി ജോലിയിൽ നിന്നു പിരിഞ്ഞ് അനേകം വർഷങ്ങൾക്കു ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടന്റ് ഭാരതത്തിൽ വന്ന് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ കണക്കുകൾ പരിശോധിച്ചു. എന്നെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ബോണസുകൾക്ക് അച്ഛൻ ഒരിക്കലും അപേക്ഷിച്ചിരുന്നില്ലെന്നുകണ്ട് ആ പരിശോധകൻ അത്ഭുതപ്പെട്ടു. 3 പേരുടെ ജോലിയാണദ്ദേഹം ചെയ്തു തീർത്തത്. അക്കൗണ്ടന്റ് കമ്പനിയെ അറിയിച്ചു. പ്രതിഫലമെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് 1,25,000 രൂപ ചെല്ലാനുണ്ട്. ട്രഷറർ അച്ഛന് ആ തുകയ്ക്കുള്ള ചെക്കയച്ചു കൊടുത്തു. അച്ഛൻ ഇതേപ്പറ്റി അല്പം പോലും ചിന്തിക്കാഞ്ഞതിനാൽ വിവരം വീട്ടിൽ പറയാൻ കൂടി മറന്നുപോയി. കുറെ കാലം കഴിഞ്ഞ് വലിയ ഒരു ബാങ്കുനിക്ഷേപം കണ്ട് എന്റെ ഇളയ സഹോദരൻ വിഷ്ണു അച്ഛനോട് അക്കാര്യം ചോദിച്ചു. പ്രാപഞ്ചികമായ ലാഭത്തിൽ ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു എന്നായിരുന്നു അച്ഛന്റെ മറുപടി. സമചിത്തത എന്ന ലക്ഷ്യം തേടുന്ന ഒരുവൻ ലാഭത്തിൽ ആഹ്ലാദിക്കാനോ നഷ്ടത്തിൽ ദുഃഖിക്കാനോ ഒന്നുമില്ല. മനുഷ്യൻ നിർധനനായി ഈ ലോകത്ത് വന്നെത്തുന്നു, അതുപോലെ നിർധനനായി തന്നെ പിരിഞ്ഞുപോകുന്നുവെന്ന് അവനറിയാം. വിവാഹത്തിന്റെ ആദ്യകാലത്തുതന്നെ എന്റെ മാതാപിതാക്കൾ വാരാണസിയിലെ ലാഹിരി മഹാശയൻ എന്ന മഹാനായ ആചാര്യന്റെ ശിഷ്യരായി. ഈ ബന്ധം അച്ഛന്റെ സ്വതവേയുള്ള തപോനിഷ്ഠയെ ശക്തിപ്പെടുത്തി. എടുത്തു പറയത്തക്ക ഒരു വസ്തുത എന്റെ മൂത്ത സഹോദരി രമയോട് അമ്മ ഒരിക്കൽ വെളിപ്പെടുത്തി. നിന്റെ അച്ഛനും ഞാനും ഒരു വർഷത്തിലൊരിക്കൽ മാത്രമേ ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ ഒരുമിച്ചുറങ്ങാറുള്ളൂ.
പുത്രലാഭത്തിനായി അച്ഛൻ ലാഹിരി മഹാശയനെ കണ്ടുമുട്ടിയത് ബംഗാൾ നാഗ്പൂർ റെയിൽവേയുടെ ഒരു ശാഖയിലെ ഉദ്യോഗസ്ഥനായ അവിനാശ് ബാബു മുഖേനയായിരുന്നു. ഗോരഖ്പുരത്തുവച്ച് ഭാരതീയ ഋഷീശ്വരന്മാരുടെ അത്യാകർഷകമായ കഥകൾ കൊണ്ട് അവിനാശ് ബാബു എന്റെ യുവകർണങ്ങൾക്ക് ശിക്ഷണം പകർന്നു തന്നിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും തന്നെ ഗുരുവിന്റെ മഹത്തായ ഗുണവൈശിഷ്ട്യങ്ങളെ വാഴ്ത്തിക്കൊണ്ടാണ് കഥകൾ അവസാനിപ്പിക്കുക. നിന്റെ അച്ഛൻ ലാഹിരി മഹാശയന്റെ ശിഷ്യനായിത്തീരാൻ ഇടയായ അസാധാരണ സാഹചര്യങ്ങളെപ്പറ്റി നീ കേട്ടിട്ടുണ്ടോ? അവിനാശ് ബാബുവും ഞാനും വേനൽക്കാലത്തെ ഒരു അലസമായ സായാഹ്നത്തിൽ എന്റെ വീട്ടുവളപ്പിൽ ഇരിക്കുമ്പോഴായിരുന്നു താൽപ്പര്യമുണർത്തുന്ന ഈ ചോദ്യം. പ്രതീക്ഷയുടെ പുഞ്ചിരിയുമായി ഇല്ല എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. നീ ജനിക്കുന്നതിനു വർഷങ്ങൾക്കു മുമ്പ് ഒരിക്കൽ വാരാണസിയിൽ പോയി എന്റെ ഗുരുവിനെ കാണായി ഔദ്യോഗിക കൃത്യങ്ങളിൽ നിന്നും ഒരാഴ്ചത്തെ അവധിക്ക് എന്റെ മേധാവിയായിരുന്ന നിന്റെ അച്ഛനോട് ഞാൻ അപേക്ഷിച്ചു. നിന്റെ അച്ഛനാകട്ടെ എന്റെ ഈ പരിപാടിയെ പരിഹസിക്കുകയാണുണ്ടായത്. ഒരു മതഭ്രാന്തനാകാൻ പോകുകയാണോ നിങ്ങൾ? അദ്ദേഹം ആരാഞ്ഞു. ജീവിതത്തിൽ നിങ്ങൾക്ക് കുതിച്ചു മുന്നേറണമെന്നുണ്ടെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. വൃക്ഷനിബിഡമായ ഒരു പാതയിലൂടെ ദുഃഖിതനായി അന്നു ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ പല്ലക്കിൽ വരികയായിരുന്നു നിന്റെ അച്ഛനെ കണ്ടുമുട്ടി. അദ്ദേഹം സേവകരെയും വാഹനത്തെയും പറഞ്ഞേച്ചിട്ട് എന്നോടൊപ്പം നടക്കുവാൻ തുടങ്ങി. പ്രാപഞ്ചിക വേണ്ടി പ്രയത്നിക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്നെ സാന്ത്വനപ്പെടുത്താനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വലിയ താൽപ്പര്യമൊന്നുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടത്. എന്റെ ഹൃദയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലാഹിരി മഹാശയ, എനിക്ക് അങ്ങയെ കാണാതെ ജീവിക്കാൻ വയ്യ. ഞങ്ങളുടെ പാത ഞങ്ങളെ കൊണ്ടെത്തിച്ചത് പ്രശാന്തമായ ഒരു വെളിസതലത്തിന്റെ അരികിലാണ്. അവിടെ വളർന്നുയർന്ന് കാറ്റിൽ ഉലഞ്ഞു നിന്നിരുന്ന കാട്ടുപുൽപ്പരപ്പിനെ സായാഹ്ന സൂര്യന്റെ കിരണങ്ങൾ കിരീടമണിയിക്കുകയായിരുന്നു. ഈ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് അല്പനേരം ഞങ്ങൾ തങ്ങി. അവിടെ ആ വെളിസതലത്ത് ഞങ്ങൾക്ക് ഏതാനും വാരമാത്രം അകലെയായി എന്റെ മഹാനായ ഗുരുദേവന്റെ രൂപം പെട്ടെന്ന് പ്രത്യക്ഷമായി. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങളെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം അത്ഭുതപരതന്ത്രരായ ഞങ്ങളുടെ കാതിൽ മുഴങ്ങി. പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അജ്ഞാതമായ രീതിയിൽ അദ്ദേഹം മറഞ്ഞു. ഞാൻ കുമ്പിട്ടു വണങ്ങി, ലാഹിരി മഹാശയെ, ലാഹിരി മഹാശയെ എന്ന് വിസ്മയത്തോടെ ഉരുവിട്ടു. ഒരൽപ്പനേരത്തേക്ക് നിന്റെ അച്ഛൻ വിസ്മയം കൊണ്ട് നിശ്ചലനായി നിന്നു. അവിനാശ്, നിങ്ങൾക്കു മാത്രമല്ല അവധി. നാളെ വാരാണസിക്ക് തിരിക്കാൻ ഞാനും അവധിയെടുക്കുകയാണ്. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പ്രത്യക്ഷനായി നിങ്ങൾക്കുവേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ കഴിഞ്ഞ ഈ മഹാനായ ലാഹിരി മഹാശയനെ എനിക്ക് അറിഞ്ഞേ തീരൂ. അദ്ദേഹത്തിന്റെ ആത്മീയ മാർഗത്തിൽ ഞങ്ങൾക്കും ദീക്ഷ തരുന്നതിന് എന്റെ പത്നിയെയും കൂട്ടിവന്ന് ആ യോഗീന്ദ്രനോട് ഞാൻ ആവശ്യപ്പെടും. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കുമോ? തീർച്ചയായും. എന്റെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഫലപ്രാപ്തിയിലും സംഭവങ്ങളുടെ പെട്ടെന്നുള്ള ഹിതകരമായ പരിസമാപ്തിയിലും ഞാൻ ആനന്ദഹിതനായി. പിറ്റേന്നു വൈകുന്നേരം നിന്റെ മാതാപിതാക്കളും ഞാനും ട്രെയിനിൽ വാരാണസിക്ക് തിരിച്ചു. അടുത്ത ദിവസം അവിടെ എത്തിയ ശേഷം ഒരു കുതിരവണ്ടിയിൽ അല്പദൂരം യാത്ര തുടർന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള എന്റെ ഗുരുവിന്റെ വസതിയിലെത്താൻ പിന്നീട് ഇടുങ്ങിയ ഇടവഴികളിലൂടെ നടക്കണമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചെറിയ സ്വീകരണമുറിയിൽ കയറി. പതിവുപോലെ പത്മാസനനായിരുന്ന അദ്ദേഹത്തെ താണുവണങ്ങി. തന്റെ തുളച്ചുകയറുന്ന കണ്ണുകൾ ചിമ്മിയിട്ട് അദ്ദേഹം നിന്റെ അച്ഛനിൽ നോട്ടമുറപ്പിച്ചു. ഭഗവതി, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്റെ മേൽ കർശനമായ ഒരു നിലപാടാണ് നിങ്ങളെടുക്കുന്നത്. 2 ദിവസം മുമ്പ് ആ പുൽമേട്ടിൽ വച്ച് അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ. അദ്ദേഹം തുടർന്നു. അവിനാശിന് എന്നെ വന്നുകാണാൻ നിങ്ങൾ അനുമതി നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ നിങ്ങളും പത്നിയും അവനോടൊപ്പം വന്നതിലും. നിന്റെ അച്ഛനമ്മമാർക്ക് ക്രിയായോഗ 7 ആത്മീയാനുഷ്ഠാനത്തിൽ ദീക്ഷ നൽകി അദ്ദേഹം അവരെ സന്തുഷ്ടരാക്കി. ആ ദിവ്യദർശനത്തിന്റെ അവിസ്മരണീയമായ ദിവസത്തിനു ശേഷം നിന്റെ അച്ഛനും ഞാനും ശിഷ്യ സഹോദരരെന്ന നിലയിൽ ഉറ്റ സ്നേഹിതരായിത്തീർന്നു. ലാഹിരി മഹാശയൻ നിന്റെ ജനത്തിലും വ്യക്തമായ ഒരു താൽപ്പര്യം പ്രകടിപ്പിച്ചു. നിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതവുമായി തീർച്ചയായും ബന്ധപ്പെട്ടതാകും. ഗുരുദേവന്റെ അനുഗ്രഹം ഒരിക്കലും വൃഥാവിലാവില്ല. ഞാൻ ജനിച്ച് അധികകാലം കഴിയും മുമ്പ് ലാഹിരി മഹാശയൻ ഇഹലോകവാസം വെടിഞ്ഞു. അച്ഛന്റെ ഓഫീസ് അദ്ദേഹത്തെ സഥലം മാറ്റിയ നഗരങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിക്ക് അലങ്കാരപ്പണി ചെയ്ത ഫ്രെയിമിലുള്ള ലാഹിരി മഹാശയന്റെ ചിത്രം ശോഭയേകി. താൽക്കാലികമായി ഒരുക്കിയ ആരാധനാവേദിക്ക് മുന്നിൽ നിരവധി പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അമ്മയും ഞാനും കളഭത്തിൽ മുക്കിയ പൂജാപുഷ്പങ്ങൾ ഭക്തിപൂർവം അർപ്പിച്ച് ധ്യാനനിരാകുമായിരുന്നു.
ലാഹിരി മഹാശേനിൽ പൂർണ്ണമായി ബഹിർസ്ഫുരിച്ച ഈശ്വരചൈതന്യത്തെ ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഞങ്ങളുടെ ഒന്നുചേർന്ന ഭക്ത്യാദരങ്ങളും കൊണ്ട് ആരാധിച്ചു. അദ്ദേഹത്തിന്റെ ചിത്രത്തിന് എന്റെ ജീവിതത്തിൽ സർവാതിശായിയായ സ്വാധീനമുണ്ടായിരുന്നു. ഞാൻ വളർന്നതോടൊപ്പം ആ ഗുരുവിനെപ്പറ്റിയുള്ള ചിന്തയും എന്നിൽ വളർന്നുവന്നു. ഞാൻ ധ്യാനനിരതനാകുമ്പോൾ അദ്ദേഹം തന്റെ ചിത്രത്തിന്റെ ഫ്രെയിമിനുള്ളിൽ നിന്ന് ഇറങ്ങിവന്ന് ജീവനുള്ള രൂപം പൂണ്ട് എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ മിക്കപ്പോഴും കാണും. അദ്ദേഹത്തിന്റെ പ്രകാശിക്കുന്ന രൂപത്തിന്റെ പാദങ്ങൾ തൊടാനൊരുമ്പെടുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും ചിത്രമായി മാറും. ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കെ ഫ്രെയിമിനുള്ളിലൊതുങ്ങിയിരിക്കുന്ന ലാഹിരി മഹാശേന്റെ പ്രതിച്ഛായ വളർന്ന് എന്റെ മനസ്സിൽ പ്രകാശാത്മകമായ ഒരു സാന്നിധ്യമായി മാറി. പരീക്ഷണത്തിന്റെയും സംശയത്തിന്റെയും ഘട്ടങ്ങളിൽ പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സമാശ്വാസകരമായ മാർഗദർശനം ലഭിച്ചിരുന്നു. അദ്ദേഹം ദേഹത്തിൽ ജീവിക്കുന്നില്ലല്ലോ എന്നതിൽ ഞാൻ ആദ്യം വ്യാകുലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഗുപ്തമായ സർവ്വവ്യാപിത്വം ബോധ്യമായി തുടങ്ങിയതോടെ എന്റെ വിഷാദം അടങ്ങി. തന്നെ കാണാൻ അതിയായ ആകാംക്ഷ കാട്ടിയിരുന്ന ശിഷ്യന്മാർക്ക് പലപ്പോഴും അദ്ദേഹം എഴുതിയിട്ടുണ്ട്: നിങ്ങളുടെ ആത്മീയ ദൃഷ്ടിയുടെ പരിധിക്കുള്ളിൽ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കെ എന്റെ അസ്ഥിയും മാംസവും കാണാൻ എന്തിനു വരണം. എനിക്ക് ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ ലാഹിരി മഹാശേന്റെ ചിത്രം മുഖേന അത്ഭുതകരമായ ഒരു രോഗവിമുക്തിയാൽ ഞാൻ അനുഗ്രഹീതനായി. ഈ അനുഭവം ഗുരുവിനോടുള്ള എന്റെ സ്നേഹത്തിന് തീവ്രത നൽകി. ബംഗാളിലെ ഇച്ഛാപുരത്ത് ഞങ്ങളുടെ കുടുംബ എസ്റ്റേറ്റിൽ വച്ച് എനിക്ക് ഏഷ്യൻ കോളർ പിടിപെട്ടു. എന്റെ ജീവനിൽ ആർക്കും പ്രതീക്ഷയില്ലാതായി. ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ കിടക്കയ്ക്കരികിൽ തന്നെയിരുന്ന അമ്മ എന്റെ തലയ്ക്കു മുകളിൽ ചുവരിലിരുന്ന ലാഹിരി മഹാശേന്റെ ഫോട്ടോയിൽ നോക്കുവാൻ ആധിയോടെ ആംഗ്യം കാട്ടി. നീ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കൂ. എന്റെ കൈകൾ ഉയർത്തി തൊഴാൻ പോലുമുള്ള ശക്തി എനിക്കില്ലായിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. നിന്റെ ഭക്തി യഥാർത്ഥത്തിൽ വ്യക്തമാക്കി നീ അദ്ദേഹത്തിനു മുന്നിൽ ഉള്ളാലെ കുമ്പിട്ടാൽ അദ്ദേഹം നിന്റെ ജീവൻ രക്ഷിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ നോക്കി. എന്റെ ശരീരവും ആ മുറിയും പൊതിഞ്ഞ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം അവിടെ കണ്ടു. എന്റെ മനംമറിച്ചിലും അനിയന്ത്രിതമായിരുന്ന മറ്റു കടുത്ത രോഗലക്ഷണങ്ങളും മറഞ്ഞു. എനിക്ക് സുഖമായി. ഗുരുവിലുള്ള അമ്മയുടെ അളവറ്റ വിശ്വാസത്തിന് നന്ദി കാട്ടിക്കൊണ്ട് കുനിഞ്ഞ് അമ്മയുടെ കാലു തൊട്ടുവന്ദിക്കാനുള്ള ശക്തി ഉടനെ എനിക്കുണ്ടായതായി തോന്നി. ആ ചെറിയ പടത്തിൽ അമ്മ വീണ്ടും വീണ്ടും തല ചേർത്തു. സർവ്വവ്യാപിയായ ഗുരോ, അങ്ങയുടെ ദിവ്യപ്രകാശം എന്റെ മകന്റെ അസുഖം അകറ്റിയതിന് ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. സാധാരണഗതിയിൽ മാരകമായ ഒരു രോഗത്തിൽ നിന്ന് തൽക്ഷണം എന്നെ രക്ഷിച്ച ഉജ്ജ്വലപ്രകാശധോരണിക്ക് അമ്മയും സാക്ഷ്യം വഹിച്ചെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ അമൂല്യ സ്വത്തുക്കളിലൊന്ന് അതേ ഫോട്ടോയാണ്. അച്ഛൻ ലാഹിരി മഹാശേൻ നേരിട്ടു നൽകിയ ഈ പടം വിശുദ്ധമായ ഒരു സ്പന്ദനം ഉൾക്കൊള്ളുന്നു. ഈ ചിത്രത്തിന്റെ ഉദ്ഭവം ഒരു ദിവ്യാത്ഭുതമായിരുന്നു. അച്ഛന്റെ ശിഷ്യ സഹോദരനായ കാളി കുമാർ റോയിൽ നിന്നാണ് ഞാൻ ആ കഥ കേട്ടത്. ഗുരുനാഥൻ തന്റെ ഫോട്ടോ എടുക്കുന്നതിൽ കടുത്ത വൈമുഖ്യമായിരുന്നുവെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ എതിർപ്പുക വയ്ക്കാതെ ഒരിക്കൽ അദ്ദേഹത്തിന്റെയും കാളി കുമാർ റോയ് അടക്കമുള്ള ശിഷ്യസഞ്ചയത്തിന്റെയും ഒരു ഫോട്ടോ എടുക്കാനിടയായി. മറ്റെല്ലാവരുടെയും വ്യക്തമായ പ്രതിച്ഛായ പതിഞ്ഞ ആ ചിത്രത്തിൽ ന്യായമായും ലാഹിരി മഹാശേന്റെ രൂപം ഉണ്ടാകേണ്ടിയിരുന്ന സഥാനം ശൂന്യമായിരുന്നതുകണ്ട് ഫോട്ടോഗ്രാഫർ അത്ഭുതപ്പെട്ടുപോയി. ഈ പ്രതിഭാസം എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. പിടികൊടുക്കാത്ത ഈ രൂപം തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് കഴിവുറ്റ ഫോട്ടോഗ്രാഫറായിരുന്ന ഒരു വിദ്യാർത്ഥി ഗംഗാധര ബാബു വീമ്പിളക്കി. പിറകിൽ ഒരു സ്ക്രീനുമായി ഒരു തടിബെഞ്ചിൽ പിയറ്റുന്നു. രാവിലെ ഗുരുനാഥൻ പത്മാസനത്തിലിരുന്നപ്പോൾ ഗംഗാധര ബാബു തന്റെ ഉപകരണങ്ങളുമായി എത്തി. വിജയത്തിനു വേണ്ട എല്ലാ മുൻകരുതലുകളുമെടുത്ത അദ്ദേഹം അതിയായ ആർത്തിയോടെ 12 പടങ്ങൾ എടുത്തു. അവയിലോരോന്നിലും തടിബെഞ്ചിന്റെയും സ്ക്രീനിന്റെയും ചിത്രം കണ്ടു. പക്ഷേ ഗുരുനാഥന്റെ രൂപം ഇത്തവണയും കാണാനുണ്ടായിരുന്നില്ല. കണ്ണുനീരോടെ അഹങ്കാരമകന്ന് ഗംഗാധര ബാബു ഗുരുവിനെ തേടിയെത്തി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ലാഹിരി മഹാശേൻ അർത്ഥഗർഭമായ വാക്കുകളോടെ തന്റെ മൗനം ഭഞ്ജിച്ചത്. ഞാൻ പരമചൈതന്യമാണ്. സർവ്വവ്യാപിയായ ആ അദൃശ്യനെ പ്രതിഫലിപ്പിക്കാൻ നിന്റെ ക്യാമറയ്ക്കു കഴിയുമോ? ഇല്ല എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. എന്നാലും അഭിവന്ദ്യ ഗുരോ, അങ്ങയുടെ ശരീരക്ഷേത്രത്തിന്റെ ഒരു ചിത്രത്തിനു വേണ്ടി സ്നേഹാതിരേകം കൊണ്ട് ഞാൻ കൊതിക്കുന്നു. എന്റെ കാഴ്ചപ്പാട് ഇടുങ്ങിയതായിരുന്നു. ഇത്ര സമ്പൂർണമായി പരമാത്മാവ് അങ്ങയിൽ കുടികൊള്ളുന്നുവെന്ന് ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിൽ നാളെ രാവിലെ വരൂ. ഞാൻ ഫോട്ടോയ്ക്ക് ഇരുന്നു തരാം. ഫോട്ടോഗ്രാഫർ വീണ്ടും ക്യാമറ തയ്യാറാക്കി. ഇപ്രാവശ്യം ആ ദിവ്യരൂപം അജ്ഞേയമായ അദൃശ്യതയില്ലാതെ ഫിലിമിൽ മികവുറ്റതായി.
ഗുരുദേവൻ മറ്റേയൊരു ചിത്രത്തിനു വേണ്ടി പിന്നീടൊരിക്കലും ഇരുന്നു കൊടുത്തിട്ടില്ല. കുറഞ്ഞപക്ഷം ഞാൻ അദ്ദേഹത്തിന്റെ മറ്റേയൊരു ചിത്രം കണ്ടിട്ടില്ല. ഇതേ ചിത്രമാണ് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ലാഹിരി മഹാശയന്റെ സാർവജനീന സ്വഭാവമുള്ള സൗകുമാര്യമാർന്ന മുഖച്ഛായ ഏതു ഗോത്രത്തിൽപ്പെട്ട ആളാണദ്ദേഹമെന്ന സൂചനയൊന്നും നൽകിയിരുന്നില്ല. ഗൂഢാർത്ഥമായ ആ പുഞ്ചിരി ഈശ്വരതാദമ്യത്തിന്റെ പരമാനന്ദം ഒരൽപ്പം വെളിവാക്കുന്നു. തന്റെ നാമമാത്രമായ ലൗകിക താൽപര്യങ്ങൾ വ്യക്തമാക്കുമാറ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാതി വിടർന്നും ആന്തരികാനന്ദത്തിൽ ലയിച്ച തന്റെ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് പാതിയടഞ്ഞുമിരിക്കുന്നു. നിരർത്ഥകമായ ഭൗതിക പ്രലോഭനങ്ങൾ തീണ്ടാതെ അദ്ദേഹം തന്റെ കാരുണ്യം തേടിയെത്തിയിരുന്ന സാധകരുടെ ആത്മീയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നല്ലവണ്ണം അറിഞ്ഞിരുന്നു. ഗുരുനാഥന്റെ ചിത്രത്തിനുള്ള ശക്തിവൈഭവത്താലുണ്ടായ എന്റെ രോഗവിമോചനത്തിനു ശേഷം അധികം താമസിയാതെ എന്നിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു ആത്മീയ ദർശനമുണ്ടായി. ഒരു പ്രഭാതത്തിൽ എന്റെ കിടക്കയിലിരുന്ന ഞാൻ അഗാധമായ ഒരു ദിവാസ്വപ്നത്തിലേക്ക് വഴുതിയിറങ്ങി. അടഞ്ഞ കണ്ണുകളിലെ ഇരുട്ടിന്റെ പിന്നിൽ എന്താണ്? സത്യാന്വേഷകമായ ഈ ചിന്ത എന്റെ മനസ്സിലേക്ക് ശക്തമായി കടന്നുവന്നു. ഉടൻ തന്നെ ബൃഹത്തായ ഒരു പ്രകാശധോരണി എന്റെ അന്തർനേത്രത്തിൽ പ്രത്യക്ഷമായി. പർവ്വതഗുഹകളിൽ പത്മാസനത്തിൽ ധ്യാനനിരതരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെ ദിവ്യരൂപങ്ങൾ എന്റെ നെറ്റിത്തടത്തിലെ ജ്യോതിസിന്റെ വിശാലമായ തിരശീലയിൽ ഒരു കൊച്ചു ചലച്ചിത്രത്തിലെന്നപോലെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആരാണ്? ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു. ഞങ്ങൾ ഹിമാലയത്തിലെ യോഗികളാണ്. ആ സ്വർഗീയ പ്രതികരണം വർണ്ണിക്കുക പ്രയാസമാണ്. എന്റെ ഹൃദയം ഹർഷപുളകിതമായി. ഹാ, എനിക്ക് ഹിമാലയത്തിൽ പോകാനും നിങ്ങളെപ്പോലെയാകാനും കൊതിയാകുന്നു. ആ ദൃശ്യം മറഞ്ഞെങ്കിലും അതിന്റെ വെള്ളിവെളിച്ചം വികസിച്ചു വിശാലമാകുന്ന വൃത്തങ്ങളിൽ അനന്തപൂകി. ഈ വിസ്മയകരമായ പ്രഭാപൂരം എന്താണ്? ഞാൻ ഈശ്വര 9 ഞാൻ തേജസ്സാണ്. മേഘങ്ങളുടെ ലഘുമന്ത്രണം പോലെയായിരുന്നു ആ ശബ്ദം. എനിക്ക് അങ്ങയുമായി ഒന്നാകണം. സാവധാനം മാഞ്ഞുകൊണ്ടിരുന്ന ആ ദിവ്യാനുഭൂതിയിൽ നിന്ന് ഈശ്വരാന്വേഷണത്തിനുള്ള പ്രചോദനത്തിന്റെ ഒരു നിത്യപൈതൃകം ഞാൻ കൈക്കൊണ്ടു. ഈശ്വരൻ സനാതനനാണ്. നിത്യനൂതനമായ ആനന്ദമാണ്. ഹർഷോന്മാദത്തിന്റെ ആ ദിനത്തിനു ശേഷവും ആ ഓർമ്മ ദീർഘനാൾ നിലനിന്നു. മറ്റാരു ബാല്യകാലസ്മരണയും എടുത്തുകാട്ടത്തക്കതാണ്. അക്ഷരാർത്ഥത്തിലും അങ്ങനെ തന്നെ. കാരണം ഇന്നും ഞാൻ ആ വടുപേറുന്നു. ഗോരഖ്പൂരിലെ വീട്ടുവളപ്പിലുള്ള വേപ്പുമരച്ചുവട്ടിൽ അതിരാവിലെ ഞാൻ ജ്യേഷ്ഠത്തി ഉമയോടൊത്ത് ഇരിക്കുകയായിരുന്നു. പഴുത്ത വേപ്പിൻ കായ്കൾ കൊത്തിത്തിന്നുകൊണ്ടിരുന്ന തത്തകളിൽ നിന്നും എന്റെ ശ്രദ്ധ എനിക്ക് എത്രത്തോളം പിന്തിരിപ്പിക്കാൻ സാധിച്ചിരുന്നുവോ അത്രയും സമയം ചേച്ചി എന്നെ ബംഗാളി ബാലപാഠം പഠിക്കാൻ സഹായിച്ചുകൊണ്ടിരുന്നു. ഉമ തന്റെ കാലിൽ ഒരു പരുവുണ്ട് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ഒരു കുപ്പി ലേപനം കൊണ്ടുവന്നു. അതിൽ അല്പം ഞാൻ എന്റെ കൈത്തണ്ടയിൽ പുരട്ടി. രോഗമില്ലാത്ത കൈയിൽ എന്തിനാണ് മരുന്നു പുരട്ടുന്നത്? ശരി ചേച്ചി, എനിക്കും നാളെ ഒരു പരു ഉണ്ടാകാൻ പോകുമെന്നു തോന്നുന്നു. അതു വരുന്നിടത്ത് ഞാൻ ഈ ലേപനം പരീക്ഷിച്ചു നോക്കുകയാണ്. എടാ കൊച്ചുനുണയാ. ചേച്ചി, നാളെ രാവിലെ എന്തുണ്ടാകുമെന്നു കാണുന്നതുവരെ എന്നെ നുണയാ എന്നു വിളിക്കരുത്. എന്നിൽ ധാർമ്മിക രോഷം നിറഞ്ഞു. എന്റെ വാക്കുകൾ കൂട്ടാക്കാതെ ഉമ 3 പ്രാവശ്യം അവളുടെ കുത്തുവാക്ക് ആവർത്തിച്ചു. ഞാൻ സാവധാനം മറുപടി പറഞ്ഞപ്പോൾ ഒരു ഉറച്ച തീരുമാനം എന്റെ വാക്കുകളിൽ മുഴങ്ങി. എന്റെ ഇച്ഛാശക്തിയുടെ ബലത്തിൽ ഞാൻ പറയുന്നു, എന്റെ കയ്യിൽ ഇതേ സഥാനത്ത് നാളെ സാമാന്യം വലിയൊരു പരു ഉണ്ടായിരിക്കും. അതുപോലെ ചേച്ചിയുടെ പരു വീർത്ത് അതിന്റെ ഇരട്ടി വലിപ്പമുള്ളതാകുകയും ചെയ്യും. രാവിലെ എന്റെ കയ്യിൽ പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ പരു കാണാൻ കഴിഞ്ഞു. ഉമയുടെ പരുവിന്റെ വലിപ്പം ഇരട്ടിയാവുകയും ചെയ്തു. അലമുറയിട്ടുകൊണ്ട് ഉമ അമ്മയുടെ അരികിലേക്ക് ഓടി. മുകുന്ദൻ ഒരു മന്ത്രവാദിയായി തീർന്നിരിക്കുന്നു. വാക്കുകളുടെ ശക്തി ഒരിക്കലും തിന്മയ്ക്കായി ഉപയോഗിക്കരുതെന്ന് അമ്മ ഗൗരവത്തോടെ ഉപദേശിച്ചു. അമ്മയുടെ ഉപദേശം എക്കാലവും ഞാൻ ഓർത്തിരിക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പരു ശസ്ത്രക്രിയ ചെയ്തു സുഖപ്പെടുത്തി. ഡോക്ടറുടെ കത്തി അവശേഷിപ്പിച്ച വ്യക്തമായി കാണാവുന്ന ഒരു പാട് ഇന്നുമുണ്ട്. മനുഷ്യന്റെ വെറുംവാക്കിലടങ്ങിയിരിക്കുന്ന ശക്തിയുടെ നിത്യപ്രതീകമായി എന്റെ വലതു കൈത്തണ്ടയിൽ അതു നിലനിൽക്കുന്നു. ഏകാഗ്രതയോടെ ഞാൻ ഉമയോട് പറഞ്ഞ ആ വെറും വാക്കുകൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവമെന്ന് തോന്നിയിരുന്നെങ്കിലും ബോംബുപോലെ പൊട്ടിത്തെറിക്കുവാനും ദോഷകരമെങ്കിലും കൃത്യമായ ഫലങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അദൃശ്യശക്തി ഉൾക്കൊണ്ടിരുന്നു. വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സ്ഫോടനാത്മകമായ സ്പന്ദനങ്ങളുടെ ശക്തിയെ ജീവിതത്തിലെ വൈഷമ്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ബുദ്ധിപൂർവം പ്രയോഗിക്കാമെന്നും അങ്ങനെ വടുക്കളോ ശാസനമോ ഒഴിവാക്കി പ്രവർത്തിക്കാമെന്നും ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞങ്ങളുടെ കുടുംബം പഞ്ചാബിലെ ലാഹോറിലേക്ക് മാറി. അവിടെ വച്ച് കാളി രൂപത്തിലുള്ള ദിവ്യജനയുടെ ഒരു ചിത്രം ഞാൻ സ്വന്തമാക്കി.
വീടിന്റെ കൊച്ചു ബാൽക്കണിയിലുള്ള അനൗപചാരികമായ ചെറിയ ഒരു ആരാധനാസ്ഥാനം അത് വിശുദ്ധമാക്കി. ആ പവിത്രമായ കോണിൽ വെച്ച് നടത്തുന്ന എന്റെ ഏതു പ്രാർത്ഥനയും ഫലപ്രാപ്തിയുടെ കിരീടം ചൂടുമെന്ന തർക്കമറ്റ ഒരു ദൃഢവിശ്വാസം എന്നിലുണ്ടായി. ഒരു ദിവസം ഉമയുമായി അവിടെ നിൽക്കുമ്പോൾ 2 ആൺകുട്ടികൾ 2 കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ നിന്ന് മത്സരിച്ചു പട്ടം പറത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ കെട്ടിടങ്ങളെ ഞങ്ങളുടെ വീടുമായി വേർതിരിച്ചിരുന്നത് തീരെ ഇടുങ്ങിയ ഒരു ഇടവഴിയായിരുന്നു. "നീ എന്താ ഇത്ര നിശ്ശബ്ദനായി നിൽക്കുന്നത്?" ഉമ തമാശയായി എന്നെ പിടിച്ചു തള്ളി. ഞാൻ ചോദിക്കുന്നതെന്തും ദിവ്യജനനി എനിക്ക് തരുമെന്നത് എത്ര വിസ്മയകരമാണെന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ 2 പട്ടങ്ങളും അവൾ നിനക്ക് തരുമായിരിക്കും, ചേച്ചി പരിഹസിച്ചു ചിരിച്ചു. എന്തുകൊണ്ട് തന്നുകൂടാ? അവ ലഭിക്കാൻ ഞാൻ നിശ്ശബ്ദനായി പ്രാർത്ഥന തുടങ്ങി. കുപ്പിച്ചില്ല് അരച്ചു പശ ചേർത്തു പൊതിഞ്ഞ ചരടിൽ ഉയർത്തിയ പട്ടങ്ങളുടെ മത്സരങ്ങൾ ഭാരതത്തിൽ നടത്താറുണ്ട്. ഓരോരുത്തരും എതിരാളിയുടെ പട്ടത്തിന്റെ ചരട് അറുത്തുകളയാൻ ശ്രമിക്കുന്നു. ചരട് മുറിഞ്ഞ പട്ടം വീടുകൾക്കു മീതെ മെല്ലെ പറന്നു പോകുമ്പോൾ അവ പിടിച്ചെടുക്കുന്നത് വലിയ രസമാണ്. ഉമയും ഞാനും മട്ടുപാവിൽ അകത്തോട്ടൊതുങ്ങിയ ഒരു ബാൽക്കണിയിലായിരുന്നതുകൊണ്ട് പൊന്തിയ ഒരു പട്ടം അവിടെയെത്തുക സാധ്യമായി തോന്നി. അതിന്റെ ചരട് സ്വാഭാവികമായി മേൽക്കൂരയിൽ തടഞ്ഞു തൂങ്ങിക്കിടക്കും. തെരുവിന് പുറത്തെ കളിക്കാർ മത്സരം തുടങ്ങി. ഒരു ചരട് മുറിക്കപ്പെട്ടു. ഉടനെ ആ പട്ടം എന്റെ നേരെ ഒഴുകിവന്നു. കാറ്റ് പെട്ടെന്ന് നിലച്ചതുകൊണ്ട് പട്ടം പറക്കാതെ വായുവിൽ അല്പനേരം തങ്ങിനിന്നു. ഇതിനിടയിൽ അതിന്റെ ചരട് എതിരെയുള്ള മേൽക്കൂരയിലെ ഒരു കളിച്ചെടിയിൽ കുരുങ്ങി. എനിക്ക് പിടിക്കത്തക്കവണ്ണം നീണ്ടു സൗകര്യമായ ഒരു വലയം രൂപം കൊണ്ടു. ഞാൻ സമ്മാനം ഏറ്റുവാങ്ങി ഉമയെ ഏൽപ്പിച്ചു. "ഇത് തീർച്ചയായും യാദൃച്ഛികമാണ്, അല്ലാതെ നിന്റെ പ്രാർത്ഥനയുടെ ഫലമൊന്നുമല്ല. മറ്റേ പട്ടവും നിന്റെ കയ്യിൽ വന്നാൽ ഞാൻ വിശ്വസിക്കും." സഹോദരിയുടെ ഇരുണ്ട കണ്ണുകൾ വാക്കുകളേക്കാൾ കൂടുതൽ വിസ്മയം പ്രകടമാക്കി. ഞാൻ എന്റെ പ്രാർത്ഥനകൾ തീവ്രതയോടെ തുടർന്നു. മറ്റേ പട്ടം പറത്തലുകാരന്റെ ശക്തിയായ ഒരു വലി അവന്റെ പട്ടത്തിന്റെ ചരട് പൊട്ടിച്ചു. വായുവിൽ നൃത്തം വച്ചുകൊണ്ട് അത് എന്റെ നേർക്കു തിരിച്ചു. എന്റെ സഹായിയായ കള്ളിച്ചെടി എനിക്ക് പട്ടം പിടിക്കാനുള്ള വലയം വീണ്ടുമൊരുക്കി. എന്റെ 2ാമത്തെ സമ്മാനവും ഉമയ്ക്ക് ഞാൻ കാഴ്ചവച്ചു. "തീർച്ചയായും ദിവ്യജനനി നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു." ചേച്ചി പേടിച്ച മാൻപേടയെപ്പോലെ ഓടിക്കളഞ്ഞു.